സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നിരുന്നു. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, പക്ഷെ ഞാൻ ആ എക്സാമിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ റിസൾട്ട് ലോ ഓഫ് സൈൻ എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലൊരു പിക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ HSCയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവാത്ത രീതിയിലാണ് അതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അതൊരു അപാകതയാണ് അതിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ട്രയാങ്കിൾ ABCയിൽ A is equal to 2 cm, C is equal to 4 cm, ആംഗിൾ C is equal to 30 ഡിഗ്രി എങ്കിൽ സൈൻ എയുടെ വില എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ A 4, ഓപ്ഷൻ B 1/4, ഓപ്ഷൻ C 1/2, ഓപ്ഷൻ D √3/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കത്തില്ല. അപ്പോൾ നമ്മുടെ ലോ ഓഫ് സൈൻ എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. സംഭവം പറയുന്ന ഇതാണ്. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ABC. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിൻ്റെ ലെങ്ത് ആണ് A. 1 സെക്കൻഡ്. ആൻഡ് ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്, ആ സൈഡിൻ്റെ ലെങ്ത് ആണ് B. ആൻഡ് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്ത് ആണ് C. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോ ഓഫ് സൈൻ പറയുന്നത് ഇതാണ്. സൈൻ A/A സ്മോൾ a ഈക്വൽ ടു സൈൻ B/B ഈക്വൽ ടു സൈൻ C/C. ഇതാണ് നമ്മുടെ ഫോർമുല പറയുന്നത്, ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? സൈൻ A ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംഗിൾ C തന്നിട്ടുണ്ട്. ആംഗിൾ C എന്താണ്? 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ എയും എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്ത്ത് അതൊന്നും ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അപാകത കേട്ടോ. ഈ ഒരു ലോ അറിയാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ സൈൻ A/A ഈക്വൽ ടു സൈൻ B/B ഈസ് ഈക്വൽ ടു സൈൻ C/C ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഈ C എന്താണെന്നറിയാം, അതുപോലെ തന്നെ ഈ ആംഗിൾ C എന്താണെന്നറിയാം. കണ്ടുപിടിക്കേണ്ടത് സൈൻ A ആണ്. ഈ എയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ സംഭവം എടുത്തെഴുതാണ്. സൈൻ A/A ഈസ് ഈക്വൽ ടു സൈൻ C/C. ഇതിൽ അറിയാവുന്ന വാല്യൂസൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സൈൻ A ആണ്. സൈൻ A ഈസ് ഈക്വൽ ടു ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A ഇൻറ്റു സൈൻ C/C എന്ന് എഴുതാം. ഓക്കെ, എയുടെ വാല്യൂ 2 ആണ്. ആൻഡ് സൈൻ C ഈ ആംഗിൾ C എന്താ? 30 ഡിഗ്രി ആണ്. സോ 2 ഇൻറ്റു സൈൻ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ C 4 ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ഡിവൈഡ് ബൈ 4. ഓക്കെ, സോ 2 ഇൻറ്റു സൈൻ 30/4 എന്നായി. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. 1/4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ B ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡൗട്ടുകളുണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു പോവാം. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നമ്മുടെ എക്സാമിനുണ്ടായ ക്വസ്റ്റ്യൻ തന്നെയാണ്. 45 മീറ്റർ പൊക്കമുള്ള ഒരു മരം ഗ്രൗണ്ടിൻ്റെ സമീപത്തുണ്ട്. ഒരാൾ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് 30 ഡിഗ്രി മേൽക്കോണിൽ മരത്തിൻ്റെ അഗ്രഭാഗം വീക്ഷിക്കുന്നുവെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ് വ്യക്തി നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഫിഗർ വരയ്ക്കുക അല്ലേ. ഇവിടെ 30 ഡിഗ്രി മേൽക്കോണം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 45 മീറ്റർ പൊക്കമുള്ള ഒരു മരം അല്ലേ, ഒരു ഗ്രൗണ്ട്, അതിൻ്റെ സമീപത്ത് 45 മീറ്റർ പൊക്കമുള്ള ഒരു മരമുണ്ട്. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ദെൻ എന്താ പറഞ്ഞേക്കുന്നത്? ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്ത് നിന്നും ഇവിടെ നിന്നും ഒരാൾ എന്ത് ചെയ്യുന്നു? മേൽക്കോണിൽ 30 ഡിഗ്രി ആ മരത്തിൻ്റെ അഗ്രഭാഗം കാണാണ്. ഇതാണ് മരത്തിൻ്റെ അഗ്രഭാഗം C. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മരത്തിൻ്റെ അഗ്രഭാഗം വീക്ഷിക്കുന്നുവെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ് വ്യക്തി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഇവിടെ ഈ ഒരു
ലെങ്ത്ത് നമുക്കറിയാം, ബി സി എന്താണെന്ന് നമുക്കറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടാൻ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ടാൻ 30 ഈസ് ഈക്വൽ ടു എന്താണ്, ടാൻ 30 ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ ബി ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണെന്നറിയാം, 45 ആണെന്നറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എ ബി ആണ്. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ബി സി ഡിവൈഡഡ് ബൈ ടാൻ 30 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ബി സി ദാറ്റ് ഈസ് 45 ഡിവൈഡ് ബൈ 1/√3, അതായത് 45√3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഒമ്പത് മുഖങ്ങളും 21 വശങ്ങളുമുള്ള ഒരു പെട്ടിക്ക് എത്ര മൂലകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് എത്ര വേർട്ടീസസ് ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഫേസസും എഡ്ജസും വേർട്ടീസസും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ് നമ്മുടെ ഓയിലർ ഫോർമുല അല്ലേ. എന്തായിരുന്നു ഓയിലർ ഫോർമുല, വി മൈനസ് ഇ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു 2. അതാണ് നമ്മുടെ ഓയിലേഴ്സ് ഫോർമുല. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര മൂലകൾ, അപ്പോൾ നമുക്ക് എന്താണ് വേർട്ടീസസ് ആണ് കാണേണ്ടത്. വി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് ഇ മൈനസ് എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, 2 പ്ലസ് ഈ എത്ര എഡ്ജസ് ആണ്, 21 എഡ്ജസ് ആണ്, മൈനസ് എത്ര ഫേസ് ആണുള്ളത്, 9 ഫേസസ് ആണുള്ളത്. അപ്പോൾ 2 പ്ലസ് 21 മൈനസ് 9 ദാറ്റ് ഇസ് ഈക്വൽ ടു 14 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ നമ്മുടെ റൈറ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് പീരീഡുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് പീരീഡ് എന്നുള്ളത്. ഒരു നമ്പർ പി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഈ നമ്പറിനെ ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എന്തായിരിക്കണം, എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കണം. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് പി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൈൻ എക്സിൻ്റെ പീരീഡ് എന്താണ്, സൈൻ എക്സിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈൻ എക്സിൻ്റെ പീരീഡ് 2π ആണെങ്കിൽ സൈൻ കെ എക്സിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വയ്ക്കുക. സൈൻ കെ എക്സിൻ്റെ പീരീഡ് 2π/k ആയിരിക്കും. ഇപ്പോൾ സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതായത് ഇപ്പോൾ ഈ 0-ൽ നിന്ന് തുടങ്ങി ഈ ഒരു 2π വരെ ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ പോകുന്നു. ദെൻ ഈ ഗ്രാഫ് എന്താ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അടുത്ത 2π വരെ, അതായത് 4π വരെ നമ്മുടെ ഗ്രാഫ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊരു ഇടവേളകളിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 2π ആ ഒരു ഇൻ്റർവെല്ലിലാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ്റെ പീരീഡ് എന്താണ്, 2π ആണ്. ഇനി നമുക്ക് മോഡുലസിൻ്റെ മോഡ് സൈൻ എക്സിൻ്റെ നമുക്ക് നോക്കാം. മോഡ് സൈൻ എക്സിൻ്റെ പീരീഡ് എക്സ്, നമ്മുടെ സൈൻ്റെ പീരീഡ് എന്താണ്, സൈൻ എക്സിൻ്റെ പീരീഡ് 2π ആണ് അല്ലേ. അപ്പോൾ മോഡ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ മോഡുലസ് ആയതുകൊണ്ട് തന്നെ ഈ താഴത്തെ പാർട്ട് ഒരു നെഗറ്റീവ് പാർട്ട് ഉണ്ടായിരിക്കില്ല, അത് എങ്ങോട്ട് തന്നെ വരും, ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് 0 to π അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഓരോ പൈ ഇൻ്റർവെൽസിലും നമ്മുടെ മോഡ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ മോഡ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്, മോഡ് സൈൻ എക്സിൻ്റെ പീരീഡ് π ആണെങ്കിൽ മോഡ് സൈൻ കെ എക്സിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് π/k ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതിൻ്റെയൊക്കെ പീരീഡ് വേണം, മോഡ് സൈൻ 2xൻ്റെ പീരീഡ് വേണം, മോഡ് സൈൻ 3xൻ്റെ പീരീഡ്, മോഡ് സൈൻ 4xൻ്റെ പീരീഡ്, മോഡ് സൈൻ 5xൻ്റെ പീരീഡ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മോഡ് സൈൻ കെ എക്സിൻ്റെ പീരീഡ് എന്തായിരിക്കും, സൈൻ കെ എക്സിൻ്റെ പീരീഡ് π/k ആണ്. അപ്പോൾ മോഡ് സൈൻ 2xൻ്റെ പീരീഡ് എന്തായിരിക്കും, കെയുടെ പ്ലേസിൽ 2 ആണ്, അപ്പോൾ π/2. മോഡ് സൈൻ 3xൻ്റെ പീരീഡ് π/3, മോഡ് സൈൻ 4xൻ്റെ പീരീഡ് π/4 ആൻഡ് മോഡ് സൈൻ 5xൻ്റെ പീരീഡ് π/5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറുത് ഏതാണ്, π/5 ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും
കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഇപ്പം നമ്മുടെ ചോദ്യം ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പീരീഡുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഏതായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ മോഡ് സൈൻ 2x ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. എന്താണ് സൈൻ കെ എക്സിൻ്റെ പീരീഡ് 2π/k, സൈൻ മോഡ് സൈൻ കെ എക്സിൻ്റെ പീരീഡ് എന്താണ് π/k എന്നുള്ള കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു സമഭുജ ഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം a ആയാൽ അതിൻ്റെ വിസ്തീർണമാണ് ചോദിച്ചിട്ടുള്ളത്. സമ ഷഡ്ഭുജമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ് അല്ലേ? അതായത് നമ്മൾ ഈ സമ ഷഡ്ഭുജം ഇപ്പോൾ ഇവിടെ ഫിഗറിൽ വരച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉള്ളി കിടക്കുന്ന ആ ട്രയാങ്കിൾസ് അതൊക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും? a തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. പിന്നെ എത്ര വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6 വെച്ചിട്ട്. 6 ട്രയാങ്കിൾസ് ഇവിടെയുണ്ട്. അപ്പോൾ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് ഈ ഉള്ളി കിടക്കുന്ന ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. √3/4 a² ആണ്. ഓക്കെ, അപ്പോൾ 6 എണ്ണത്തിൻ്റെയോ 6 × √3/4 a² ആയിരിക്കും. അപ്പോൾ ഈ 4ലെയും ഈ 6ലെയും ഓരോ 2s കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3/2 √3 a² എന്നായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, 3/2 √3 a², അല്ലെങ്കിൽ 3 √3 a²/2. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അർദ്ധഗോളത്തിൻ്റെ വ്യാസം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്ര ഉപരിതല വിസ്തീർണം. വക്ര ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം നമുക്ക് എന്താ തന്നിരിക്കുന്നത്? വ്യാസമാണ്, അർദ്ധഗോളത്തിൻ്റെ വ്യാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ 2 ഡയമെൻഷണൽ 3 ഡയമെൻഷനിലെ ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഇക്വേഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക അത്. അപ്പം നമുക്കിവിടെ വ്യാസമാണ് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. വ്യാസം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആരം എത്രയായിരിക്കും? 6 ആയിരിക്കും. വക്രതല വിസ്തീർണം എന്ന് പറയുന്നത് 2πr² ആണ്. അതായത് 2π × 6² ദാറ്റ് ഈസ് ഈക്വൽ ടു 72π. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതാട്ടോ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെട്രിക്സിലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, λ³ + λ² + 2λ + 1 = 0 എന്നത് ഒരു 3/3 മെട്രിക്സ് എയുടെ സ്വഭാവ സമവാക്യമാണെങ്കിൽ, അതായത് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് കേട്ടോ, അതിൻ്റെ പ്രതിലോമം ഇൻവേഴ്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറം ആണ്. കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് ഏതൊരു സ്ക്വയർ മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3/3 മെട്രിക്സിൻ്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുള്ളത്. നമുക്ക് 3/3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് -λ³ + ട്രേസ് ഓഫ് a × ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ട്രേസ് ഓഫ് a × λ² - m11 + m22 + m33 × λ + ഡിറ്റർമിനൻ്റ് ഓഫ് a. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 3/3 മെട്രിക്സിൻ്റെ. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ മൈനസ് എഴുതിയത് എന്തുകൊണ്ടാണെന്ന്. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യാറ്? ഇപ്പോൾ λ - a ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. ചെയ്ത് കഴിയുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഒരു മൈനസ് വരും. ഈ ഒരു പുറത്ത് ഈ മൈനസിനെ ഔട്ട് സൈഡ് എടുത്തിട്ടാണ് നമ്മൾ λ² - ട്രേസ് ഓഫ് a × λ² + ആ ഒരു ഇക്വേഷനിലേക്ക് വരണത് കേട്ടോ. ശരിക്കും ആ ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്: -λ³ + ട്രേസ് ഓഫ് a × λ² - m11 + m22 + m33 × λ, ആ ഒരു ഇക്വേഷൻ കേട്ടോ.
അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കേലി ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഏതൊരു സ്ക്വയർ മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം, ഈ ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കാം, നമുക്ക് ഐ കൊടുക്കാം. ഈ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ഐ അല്ല എ കൊടുക്കാം. കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ അവിടെ നമ്മൾ ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു സംഭവം ഇവിടെ 1 ആണ് നമ്മുടെ കിടക്കുന്നത്, അവിടെ ഐ ആണ് കൊടുക്കേണ്ടതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ പ്ലസ് 2a പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. കേലി ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പറയുന്നത്. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, ഇൻവേഴ്സ് ആണ്, പ്രതിലോമമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം, എ ഇൻവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എ ഇൻവേഴ്സ് വെച്ചിട്ട് എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ് പ്ലസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ് പ്ലസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2a ഇൻവേഴ്സ് ഇൻറ്റു എ പ്ലസ് ഐ ഇൻറ്റു അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു ഐ, ദാറ്റ് ഈസ് എ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴോ ഇവിടെ -1ഉം 3ഉം ആണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സ്ക്വയർ എന്ന് വരും അല്ലേ. പിന്നെ ഇവിടെ എന്താവും, ഇവിടെ -1 + 2 എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ എ വന്നു. ദെൻ ഇവിടെ എന്തായി, എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആണ് അല്ലേ. അപ്പോൾ 2i, ദെൻ നമ്മുടെ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എ ഇൻവേഴ്സ് ആണ്, പ്രതിലോമമാണ് എയുടെ അല്ലേ. അപ്പോൾ ഇതിനെ മാത്രം ഈ സൈഡിൽ നിർത്തുക, ബാക്കിയുള്ള ഈ ടേംസിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു -a² പ്ലസ് a പ്ലസ് 2y. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനൊക്കെ തരികയാണെങ്കിൽ, ഇൻവേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് എ ക്യൂബൊക്കെ കണ്ടുപിടിക്കാൻ ഒക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ, കേലി ഹാമിൽട്ടൺ തിയറം ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, -2, -3 എന്നിവ ക്രമം 2 ആയ ഒരു സമചതുര മെട്രിക്സ് എയുടെ ഏകൻ മൂല്യങ്ങളായി കഴിഞ്ഞാൽ എ ക്യൂബ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ ക്രമം 2 ആയ സമചതുര മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2x2 മെട്രിക്സ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2x2 മെട്രിക്സിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഏഗൻ വാല്യൂസ് ആണ് -2, -3 നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരു n/n മെട്രിക്സിന് അറ്റ്മോസ്റ്റ് എത്ര ഏഗൻ വാല്യൂസ് വരെ വരാം, n ഏഗൻ വാല്യൂസ് വരെ വരാം, അതിൽ കൂടുതൽ എന്തായാലും പറ്റില്ല അല്ലേ. ഇനി -2ഉം -3യുമാണ് നമുക്കിവിടെ എന്തായിട്ട് തന്നിട്ടുള്ളത്, ഏഗൻ വാല്യൂസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അല്ലേ, തുല്യമല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഏഗൻ വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, -2ഉം -3യും. ഓക്കെ, ഈ ഏഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെയാണ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം -2 റൂട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ എന്താണ് ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫാക്ടർ എന്താണെന്ന് പറയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ ലാംഡ ആയിട്ടല്ലേ എടുക്കുന്നത്, അപ്പോൾ ലാംഡ -2 ദാറ്റ് ഈസ് ലാംഡ +2 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഒരു ഫാക്ടറാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ -3 റൂട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലാംഡ +3 എന്ന് പറയുന്നത് റൂട്ടാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ 2x2 മെട്രിക്സ് അല്ലെങ്കിൽ n/n മെട്രിക്സ് ആണ് n/n മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഡിഗ്രി എന്തായിരിക്കും, n ആയിരിക്കും അല്ലേ. അപ്പോൾ 2x2ൻ്റെ എന്താണ് ഡിഗ്രി എന്തായിരിക്കും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്, ലാംഡ +2ഉം ലാംഡ +3യും. അപ്പോൾ ഇവിടെ 2x2 ആണ് ഓർഡർ ആയതുകൊണ്ട് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ലാംഡ +2 × ലാംഡ +3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ,
അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ എന്ത് വരും? ലാംഡ പ്ലസ് 2 ഇൻറ്റു ലാംഡ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ എക്സ്പാൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് 5 ലാംഡ പ്ലസ് 6 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇനി വീണ്ടും നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? എ ക്യൂബാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്ന മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അപ്പോൾ a² + 5a + 6i = എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എ ക്യൂബ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ a² വരെയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു a വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് ഈ ഇക്വേഷന് ത്രൂ ഔട്ട്. അപ്പോൾ എന്ത് വരും? a × a² + 5a + 6i = 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് a³ + 5a² + 6a = 0. ഇതിൽ നിന്ന് നമുക്ക് a ക്യൂബ് എന്താണെന്ന് എഴുതാം? a ക്യൂബ് = -5a² - 6a എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ a² നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിൽ ആരില്ല? a² ടേം ഇല്ല. എയുടെയും അതുപോലെ തന്നെ ഐയുടെയും ടേമാണ്. അപ്പോൾ നമുക്ക് എന്തിലേക്ക് മാറ്റണം അതിനെ? അപ്പോൾ നമുക്ക് കിട്ടിയ സംഭവത്തിൽ എന്തുണ്ട്? a² ഉണ്ട്. അപ്പോൾ ആ a² കളയണം അല്ലേ? അപ്പോൾ a² കളയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് a² നമുക്ക് എന്ത് എഴുതാം? a² = -5a - 6i എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ ഈ a² പകരം എന്ത് കൊടുക്കുക? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? -5 × -5a - 6i മൈനസ് ഈ ഉള്ളത് താഴേക്ക് എഴുതി -6a എന്നെഴുതി. ഓക്കെ, ഇനി ജസ്റ്റ് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. -5 × -5a -5 × 6i -6i -6a. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25a + 30i - 6a എന്ന് കിട്ടും. 25a - 6a എന്ന് പറയുന്നത് നമുക്ക് 19a ആണ്. പ്ലസ് എന്ത് വരും? 30i കൂടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. 19a + 30i ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. a³ = 19a + 30i. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം. എ എന്ന മെട്രിക്സിൻ്റെ കോഡി, അതായത് ഓർഡറാണ് നമുക്ക്, അല്ലെങ്കിൽ സൈസ് നമുക്ക് 3/2 ആയിട്ട് തന്നിട്ടുണ്ട്. ബി എന്ന മെട്രിക്സിൻ്റെ കോഡി 3/3 എങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ a² + 2ab + b² = a + b whole square. ഓപ്ഷൻ ബി a + b × a - b = a² - b². ഓപ്ഷൻ സി a + b whole square - 2ab = a - b whole square + 2ab. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എയുടെ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. എയുടെ ഓർഡർ 3/2 ആണ്. ബിയുടെ ഓർഡർ എന്താണ്? 3/3 ആണ്. അപ്പം നമുക്ക് ഇവിടെ സം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ a × b എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കാനുള്ള കണ്ടീഷൻസ് അറിയാമല്ലോ. അത് ഹോൾഡ് ചെയ്യണം, അല്ലാത്ത സംഭവത്തിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എയുടെ ഓർഡർ 3/2ഉം ബിയുടെ ഓർഡർ 3/3 ആണ്. അപ്പം നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിലാണ് നമുക്ക് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡറുള്ള മെട്രിക്സുകൾ നമുക്ക് ആഡ് ചെയ്യാനും പറ്റില്ല. ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സംഭവം നമുക്ക് എന്തായാലും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇതും പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് എയും ബിയും കൂടി ആഡ് ചെയ്തേക്കുക. എയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആണ്. ബിയുടെ ഓർഡർ എന്താണ്? 3/3 ആണ്. അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഈ 3 നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും.
അപ്പോൾ ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, എഴുതിയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം ഓർത്ത് വയ്ക്കുക. 3/2ഉം അതായത് ആ പ്രോഡക്റ്റ് എടുക്കണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ആ സൈസുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ വാൻ ഡെർ മോഡ് ഡിറ്റർമിനൻ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോബ്ലമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ റോ ഓപ്പറേഷൻസ് ഇല്ലേ, ആകെ 3 എണ്ണമല്ലേ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, 3 എണ്ണമാണുള്ളത്. എന്താണ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യാം, ഒരു കോളംസ് അല്ലെങ്കിൽ റോസ് ഇൻ്റർചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ഒരു കോളത്തിൻ്റെ അല്ലെങ്കിൽ റോയുടെ കൂടെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ഒരു റോയുടെ കൂടെ സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു റോയുടെ കൂടെ ആഡ് ചെയ്യാം. ഈ 3 ഓപ്പറേഷൻസാണ് ഉള്ളത്. അതല്ലാതെ 2 റോയിനെ ഡിവൈഡ് ചെയ്യാനോ 2 റോയിനെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഏതൊക്കെ എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡിറ്റർമിനൻ്റ് മാറുക എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഡിറ്റർമിനൻ്റ് ഏതാണ്? KA K² + A² 1, KB K² + B² 1, KC K² + E² 1. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഡിറ്റർമിനൻ്റ്. അപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, എന്നാലും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇച്ചിരി സമയമെടുക്കും എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻ്റ്, ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡിറ്റർമിനൻ്റ് ഓഫ് K × A, അതായത് ആ മെട്രിക്സിൻ്റെ ഒരു A എന്ന് പറയുന്ന മെട്രിക്സിനെ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ആ മെട്രിക്സിൻ്റെ ഓർഡർ n ആണെങ്കിൽ K⁻n × ഡിറ്റർമിനൻ്റ് ഓഫ് A ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് ഈ ഒരു കോളത്തിന് മാത്രം നമ്മൾ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആ Kനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? K × ഡിറ്റർമിനൻ്റ് ഓഫ് A K² + A² 1, B K² + B² 1, C K² + E² 1. ഓക്കെ, ഇനി ഓർക്കേണ്ട കാര്യം, നമ്മൾ 3 എലമെൻ്ററി ഓപ്പറേഷൻസ് പറഞ്ഞു. ആ 3 എലമെൻ്ററി ഓപ്പറേഷനിൽ ഡിറ്റർമിനൻ്റ് ചേഞ്ച് ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസ് വരുമ്പോൾ 2 കോളംസ് അല്ലെങ്കിൽ 2 റോസോ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനൻറ്റിനെ, ഇപ്പോൾ നിലവിലുള്ള ഡിറ്റർമിനൻറ്റിനെ ഒരു -1 കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനൻറ്റിനെ ആ സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ സംഭവങ്ങളാണ് ഓർക്കേണ്ടത്. പിന്നെ 3ാമത്തെ നമ്മുടെ ഓപ്പറേഷൻ, ഒരു റോയുടെ കൂടെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആഡ് ചെയ്തിട്ടുള്ളൊരു റോ, ഇപ്പോൾ ഒരു റോയുടെ കൂടെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ വെച്ച് ഗുണിച്ചു, ദെൻ നമ്മൾ ഒരു റോയുടെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിറ്റർമിനൻ്റ് ചേഞ്ച് ചെയ്യില്ല. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റിനെ ഒരു -1 കൊണ്ട് ഗുണിക്കണം. ആ കാര്യം ഓർക്കുക. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ ഈ രണ്ടാമത്തെ കോളം ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? C2 ചേഞ്ചസ് ടു K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ C2 മൈനസ് ഞാൻ എന്ത് ചെയ്യുന്നു? C2 മൈനസ് K² C3. ഓക്കെ, അതായത് ഈ കോളത്തിൻ്റെ കൂടെ K² മൾട്ടിപ്ലൈ ചെയ്തിട്ട് C2വിൽ നിന്ന് K² മൾട്ടിപ്ലൈ C3യുടെ കൂടെ K² മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ K² കളയാൻ വേണ്ടി, ആ K² കളഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വാൻ ഡെർ മോഡ് ഡിറ്റർമിനൻറ്റിൻ്റെ ഫോമിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ, അതായത് K² ആദ്യത്തെ C2 എന്ന് പറയുന്ന കോളത്തിലെ ആദ്യത്തെ എലമെൻറ്റ് K² + A² ആണ്, മൈനസ് ഇതിൻ്റെ കൂടെ ഞാൻ K² മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? എനിക്ക് K² കിട്ടും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു A² എന്ന്. ആ A² ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ K² + B², പിന്നെ ഇതിൻ്റെ കൂടെ K² മൾട്ടിപ്ലൈ ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പോൾ B² വരും, അതുപോലെ ഇവിടെ C² വരും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ വാൻ ഡെർ മോഡ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്, ഹലോ ആ സ്റ്റെപ്പ് ഒന്നും കൂടി പറയോ? ആ K² മൈനസ് എങ്ങനെയാ വന്നത്? ഹലോ ആ K² മൈനസ് ചെയ്ത സ്റ്റെപ്പ് ഒന്നും കൂടി പറയോ? ഹലോ പറയാം.
C3 എന്ന് പറയുന്ന ഈ കോളത്തിൻ്റെ കൂടെ ഞാൻ കെ സ്ക്വയർ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്താവും നിലവിൽ ആ കോളം കെ സ്ക്വയർ എന്നാവും ആ കോളം. ഇനി C2വിൽ നിന്ന്, അതായത് ഇതിൽ നിന്ന് ഞാൻ ഈ കെ സ്ക്വയർ മൈനസ് ചെയ്യാണ്. കെ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? കെ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഈ കെ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ബാലൻസ് എ സ്ക്വയർ ആണ് വരിക. അപ്പോൾ C2 എന്ന് പറയുന്ന കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് എന്തായി? എ സ്ക്വയർ ആയി. ഇനി അടുത്ത എലമെൻറ്റ് കെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എന്ത് ചെയ്യുന്നു? കെ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? ബി സ്ക്വയർ വരും. അതുപോലെ കെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? നമുക്ക് സി സ്ക്വയർ വരും. ക്ലിയർ ആയോ? നമുക്ക് ഏതെങ്കിലും ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യാലോ. നമുക്കറിയാവുന്ന ഒരു വാൻഡർമോഡ് ഡിറ്റർമിനന്റിലേക്ക് കൊണ്ടുവരാനാണ്. നിങ്ങൾക്കല്ലാതെ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതാണ് ഈസി മെത്തേഡ്. അല്ലാതെ 3/3 കേസിൽ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് വാലുവേറ്റ് ചെയ്യാൻ അറിയാം, ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. എനിക്ക് ഇപ്പോൾ ഈ ഒരു കെ സ്ക്വയർ എന്ന് പറയുന്ന ആളെ ഇപ്പോൾ സെക്കൻഡ് കോളത്തിൽ കെ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ കെ സ്ക്വയർ എന്ന് പറയുന്ന ആ ആളെ എനിക്ക് കളയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ വാൻഡർമോഡ് ഡിറ്റർമിനൻ്റ് അതെന്തായിരുന്നു? 1 1 1 എ ബി സി എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഈ ഓർഡർ കീപ്പ് ചെയ്യുക. അതായത് സി മൈനസ് ബി ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ഒരു റിസൾട്ട് അറിയാമെങ്കിൽ ഈസി മെത്തേഡ് ഇതാണ് കേട്ടോ. ആ ഒരു റിസൾട്ട് ഓർക്കുന്നുണ്ടോ? ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ അത്? ഹലോ, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു കോളം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. അപ്പോൾ ഏകദേശം നമ്മുടെ വാൻഡർമോഡ് ഡിറ്റർമിനൻറ്റിൻ്റെ ഫോമിലേക്ക് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോളംസും റോസിൻ്റെ ആ ഓർഡർ മാറിക്കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ആരൊക്കെ? ഇവരെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റിനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൈനസാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോറി, ഇവിടെ C3യും C1ഉം ആണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഇങ്ങനെയായി. അപ്പം നമ്മളവിടെ ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്, തെറ്റിപ്പോവരുത് കേട്ടോ. ഇത് വീണ്ടും നമ്മുടെ വാൻഡർമോഡിൻ്റെ ഫോമിലേക്ക് ആയിട്ടില്ല. ഇയാളെ വീണ്ടും ഞാനൊന്ന് ചോദിച്ചോ. ഈ നമ്മൾ കോളം വൈസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് റോ വൈസ് ചെയ്തിട്ടുണ്ടോ? കുഴപ്പമുണ്ടോ? ചെയ്യുമ്പോൾ കോളം വൈസ് തന്നെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചില കേസുകൾ ഇപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ എക്സാമിന് അങ്ങനെയൊന്നും ചോദിക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വേറെ ഡിസ്ക്രിപ്റ്റീവ് പോലെയുള്ള എക്സാമ്പിൾ, ഇപ്പോൾ റോ റിഡക്ഷൻ മെത്തേഡ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ റോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫോമിലായി. ഇനി ഇവരെ രണ്ടുപേരെയും കൂടി ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ആരെ? നമ്മുടെ ഈ സെക്കൻഡ് കോളവും തേർഡ് കോളവും കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മളൊരു ഇൻ്റർചേഞ്ച് നടത്തിയേക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൈനസാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മെട്രിക്സിൻ്റെ ഫോം ആയിട്ടുണ്ട്. പിന്നെ ഒരു കൺസെപ്റ്റ് കൂടി ഓർക്കുക, ഡിറ്റർമിനൻ്റ് ഓഫ് എയും ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസും ഈക്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ഓർക്കുക. ഞാൻ നേരത്തെ എഴുതിയ മെട്രിക്സ് 1 1 1 എ ബി സി എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്നാണ് എഴുതിയത്. അതിൻ്റെ ട്രാൻസ്പോസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ല, ഇങ്ങനെയല്ല കിടക്കുന്നത്. ഒരു 2 എണ്ണത്തിൻ്റെ മൈനസ് ഔട്ട് സൈഡ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ 2 എണ്ണത്തിൻ്റെയാണോ? ഈ 2 എണ്ണത്തിൻ്റെ ഫൈനൽ ആൻസർ K ഇൻറ്റു A മൈനസ് B ഇൻറ്റു B മൈനസ് C
ഇൻറ്റു സി മൈനസ് എ. അതാണ് ഫൈനൽ ആൻസർ അതിൻ്റെ വരുന്നത്. ഈ വാൻഡർമോഡ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സാധാ ഡിറ്റർമിനൻ്റ് വാലുവേറ്റ് ചെയ്യണ പോലെ ചെയ്തോളൂ. ചെയ്താലും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, പെട്ടെന്ന് ഇതിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. R പദവിയുള്ള ഒരു മെട്രിക്സ് എ എങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ആർ, റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ലെസ് ദാൻ ആർ, റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ഗ്രേറ്റർ ദാൻ ആർ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ റാങ്ക് ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? റാങ്ക് നമ്മൾ ഡിഫൈൻ ചെയ്തത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ റോ റിഡക്ഷനൊക്കെ ചെയ്തിട്ട് റാങ്ക് കണ്ടുപിടിക്കും. എന്നിട്ട് കോളം റാങ്കും റോ റാങ്കും ഒക്കെ ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് കോളം റാങ്ക് റോ റാങ്ക് ഈക്വൽ ആണല്ലോ. അപ്പോൾ എയുടെ റോ റാങ്ക് എയുടെ റോ റാങ്ക് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ, ഇപ്പോൾ റോ റിഡക്ഷൻ വെച്ചിട്ട് നമുക്ക് റാങ്ക് 6 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ എയുടെ ട്രാൻസ്പോസ് ആണല്ലോ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, അതിൻ്റെ കോളം റാങ്ക് എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും അല്ലേ? കോളം റാങ്ക് റോ റാങ്ക് എന്താണ്? സെയിം ആണ്. ഈ ഒരു സംഭവം ഓർത്ത് വയ്ക്കുക. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും എന്താണ്? എപ്പോഴും തുല്യമാണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും ഓൾവേസ് ഈക്വൽ ആണ്. റിസൾട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് റാങ്കിൻ്റെ അവിടെ. പിന്നെ റാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം റിസൾട്ടുകളുണ്ട് കേട്ടോ. റാങ്ക് ഓഫ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതും എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്ഷൻസ് ഞാനിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. എ മൈനസ് ബി മൈനസ് എ സി 3 0 -5 -1 5 0 ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയാൽ എ ബി സിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ്? ഡയഗണൽസ് എന്തായിരിക്കണം? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ 0 ആയിരിക്കണം. പിന്നെ എന്താ കണ്ടീഷൻ? സ്ക്യൂ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എന്താ? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? ഡയഗണൽസ് എല്ലാം 0 ആയിരിക്കണം. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് കിട്ടും. പിന്നെ ഈ ഇവിടെയുള്ള ആളിൻ്റെ ആളും ഇവിടെയുള്ള ആളും തമ്മിലുള്ള ബന്ധം എന്താണ്? നെഗറ്റീവ് ആയിരിക്കണം അല്ലേ? അപ്പോൾ മൈനസ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു -3 ഈക്വൽ ആയിരിക്കും. അതിൽ നിന്ന് എ എന്തായിട്ട് കിട്ടും? നമുക്ക് A3 ആയിട്ട് കിട്ടും. A3 ആണെങ്കിൽ ഇവിടെ A ഈക്വൽ ടു ബി ആണ്, അപ്പോൾ ബി എന്താണ്? 3 ആയിട്ട് കിട്ടും. ഇനി എന്താ? ഇവിടെ സിയും ഈ -1ഉം തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? സി ഈസ് ഈക്വൽ ടു -1, ദാറ്റ് ഈസ് സി എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എയും ബിയും സിയുടെയും വാല്യൂ കിട്ടി. 3 3 1 ആണ് ഓപ്ഷൻസിൽ കിടക്കുന്ന 3 3 1. ഓപ്ഷൻ എ ആണെന്ന് എനിക്ക് തോന്നുന്നു. 3 3 1. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ എ ഒരു 3/3 നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. താഴെ പറയുന്ന സിസ്റ്റത്തിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ മെട്രിക്സിൻ്റെ സൈസ് 3/3 ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക? അതിൻ്റെ റാങ്ക് എന്താണെന്ന് അറിയാം? 3 ആണെന്ന് പറയാം. പിന്നെ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലൊരു ചാർട്ട് പോലെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ റാങ്ക് ഓഫ് എയും എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എയുടെ നമ്പർ ഓഫ് കോളത്തിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. റാങ്ക് ഓഫ് എ നമ്പർ ഓഫ് കോളത്തിനോട് ഈക്വൽ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, ഈക്വൽ അല്ലെങ്കിൽ ഇപ്പം ലെസ് ദാൻ n ആണെങ്കിൽ, ഇപ്പോൾ അവിടുത്തെ തന്നിരിക്കുന്ന സിസ്റ്റം ഹോമോജീനിയസ് ആണ് അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 0 ഹോമോജീനിയസ് ആണ്. അപ്പോൾ ലെസ് ദാൻ നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് മെനി സൊല്യൂഷനും അതുപോലെ തന്നെ യുണീക്ക് സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ
റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളത്തിനോട് ഈക്വൽ ആയതുകൊണ്ട് നമുക്കിവിടെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ഡിറ്റർമിനൻറ്റ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 1x yz 1y xz 1z xy. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. നേരത്തെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഓർക്കുക. ഇവിടെ സ്ക്വയർ ഒന്നുമില്ല അല്ലേ, ഒറ്റ ടേമിൻ്റെ സ്ക്വയർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വാൻഡർ മോഡിൻ്റെ സംഭവം നമുക്ക് ഓക്കെ ആവില്ല. അപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് വാല്യുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിറ്റർമിനൻറ്റ് ചേഞ്ച് ആവാത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ ഡിറ്റർമിനൻറ്റ് ചേഞ്ച് ആവില്ല. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഡിറ്റർമിനൻറ്റ് -1 കൊണ്ട് മൾട്ടിപ്ലൈ, അത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യുക. ഞാൻ ഇവരെ രണ്ടുപേരെയും 0 ആക്കാൻ പോവാം. 0 ആക്കുമ്പോൾ എലോങ് ഈ ഒരു കോളം നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യുവേറ്റ് ചെയ്താൽ മതി. അതായത് 1 ഇൻറ്റു അത് മൈനസ് 0 ഇൻറ്റു ഇത് 0 ഇൻറ്റു ഇത്. അപ്പോൾ 1 ഇൻറ്റു മാത്രം നമ്മൾ ചെയ്താൽ മതിയല്ലോ. എലോങ് ഈ ഒരു കോളമാണ് ഞാൻ ഡിറ്റർമിനൻറ്റ് വാല്യുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത എന്താണ് റോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് R2 ചേഞ്ചസ് ടു R2 - 1 R3 ചേഞ്ചസ് ടു R3 - 1 R1 ചെയ്തു. R2 ചേഞ്ചസ് ടു R2 - R1 R3 ചേഞ്ചസ് ടു R3 - R1 ഞാൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടി. 1x yz 0 y - x xz - yz 0 xz - x xy മൈനസ് ഒരു സെക്കൻഡ് xy - yz ആണ്. അപ്പോൾ എലോങ് ഈ കോളം ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇൻറ്റു ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ള ഡിറ്റർമിനൻറ്റ്. അപ്പോൾ 1 ഇൻറ്റു y - x ഇൻറ്റു ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, ഒരു y ഉണ്ട്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മൈനസ് x ഇൻറ്റു ഇതിൽ കോമൺ ആയിട്ട് z ഉണ്ട്. ഓക്കെ, അപ്പോൾ z ഇൻറ്റു എന്തെഴുതാൻ എനിക്ക് x - z എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയേക്കുന്നു. അടുത്ത സ്റ്റെപ്പിലാണ് ഞാനിപ്പോൾ വൈനെ ഔട്ട് സൈഡ് എടുത്തേക്കുന്നത് ഇതിൽ നിന്ന് കേട്ടോ. അപ്പോൾ y - x ഇൻറ്റു ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്തിട്ടുള്ള y ഇൻറ്റു x - z മൈനസ്, പിന്നെ ഇവിടെ നമുക്ക് x - z ആണ് കിടക്കുന്നത്, ഇവിടെ നമുക്ക് z - x ആണ്. അപ്പോൾ സോ ഞാൻ നമുക്ക് ഔട്ട് സൈഡ് കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടി ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ z ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ y - x ആണ്. അപ്പോൾ y - x ആക്കുന്നതിന് വേണ്ടി ഒരു മൈനസ് കൂടി ഔട്ട് സൈഡ് എടുത്തു, ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് y - x അതുപോലെ തന്നെ x - z ഔട്ട് സൈഡ് എടുക്കാം. ബാലൻസ് ഇവിടെ വരണത് y ഉണ്ടാവും, ഒരു മൈനസും രണ്ട് മൈനസും കൂടി പ്ലസ് ആയി, പിന്നെ ബാലൻസ് ഒരു മൈനസ് കൂടി ഉണ്ട്, y - z എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ ആഡ് ചെയ്തേക്കാം.